ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പൂച്ചക്കുട്ടന്മാരുടെ സ്റ്റോറി ഇട്ടില്ല. അപ്പോൾ കുറച്ച് പേര് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പൂച്ചക്കുട്ടന്മാരുടെ സ്റ്റോറി മാത്രമേ ഉള്ളൂ, പട്ടിക്കുട്ടിയുടെ സ്റ്റോറി ഒന്നും ഇല്ല, ഉണ്ടെങ്കിൽ പറയുന്നതൊക്കെ ചോദിച്ചിട്ട്. പൂച്ചക്കുട്ടന്മാരുടെ മാത്രമല്ല, പട്ടിക്കുട്ടന്മാരുടെ സ്റ്റോറി ഉണ്ട് കേട്ടോ. ഈ പൂച്ചക്കുട്ടന്മാർ ഫസ്റ്റ് വീട്ടിൽ വരുന്നതിന് മുന്നേ പട്ടിക്കുട്ടന്മാർ തന്നെയാണ് കേട്ടോ വീട്ടിൽ വന്നത്. പൂച്ചക്കുട്ടന് ഞാനായിട്ടാണ് വീട്ടിൽ കൊണ്ടുവന്നത്. അതിന് മുന്നേ തന്നെ പട്ടിക്കുട്ടന്മാരുണ്ടായിരുന്നു കേട്ടോ. അമ്മയൊക്കെ പറഞ്ഞ ഒരു ചെറിയ എനിക്ക് ഓർമ്മയുള്ളൊരു പട്ടിക്കുട്ടനുണ്ടായിരുന്നു. അവൻ്റെ പേര് ജിമ്മി എന്നായിരുന്നു. പക്ഷെ എനിക്ക് വലുതായിട്ട് ഫേസ് ഒന്നും ഓർമ്മയില്ല. നിറയെ രോഗമൊക്കെ ഉണ്ടായിരുന്ന, വാലൊക്കെ നല്ല കുതിരവാല പോലെ ഇരിക്കുന്ന ഒരു പട്ടിക്കുട്ടനായിരുന്നു അവൻ. അവൻ്റെ വാലൊക്കെ ഞങ്ങൾ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മുറിച്ച് വെച്ചെന്ന് പറഞ്ഞാൽ മറ്റേ വേദനിപ്പിച്ചതിൻ്റെ ദശയോടൊക്കെ ചേർത്തല്ല, അല്ലാതെ നമ്മളിങ്ങനെ രോമം മാത്രം കട്ട് ചെയ്യത്തില്ല, അങ്ങനെ രോമം കട്ട് ചെയ്ത് വീട്ടിൽ കുറേ നാളിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇവനാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി വികൃതിയായിരുന്നു. വീട്ടിൽ കോഴി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കോഴിയൊക്കെ ആണെങ്കിൽ ഇവൻ എന്ത് ചെയ്യും, എത്ര വഴക്ക് കൊടുത്താലും ഇവൻ പിടിച്ച് തിന്നും. എന്നിട്ട് ഇങ്ങനെ വരും. അമ്മയ്ക്ക് എത്ര വഴക്ക് കൊടുത്താലും ഇവന് കോഴി ഭയങ്കര വിശ്വാസമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ എങ്ങനെയോ പുറത്തേക്ക് പോയ വഴി ഇവന് വഴി തെറ്റിപ്പോയി. എന്നിട്ട് വഴി തെറ്റിപ്പോയിട്ട് പിന്നെ വീട്ടിൽ തിരിച്ച് വന്നില്ല. അപ്പം ഞങ്ങളുടെ വേറെ താഴെ ഒരു വീട്ടിൽ ഇവന് കിട്ടിയിട്ടുണ്ട്, അവരെടുത്തു എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. കുറച്ച് ചോദിക്കുകയൊക്കെ ചെയ്തിട്ട് ശരി അവർ തരുമൊന്നും ചെയ്തില്ല. അതാണ് ഒരു പട്ടിക്കുട്ടൻ. അവനെ എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. പിന്നെ എനിക്ക് ഓർമ്മയുള്ള പട്ടിക്കുട്ടന്മാർ 2 പേരുണ്ട് കേട്ടോ, ജിമ്മിയും ജാക്കിയും. ഇവർ നാടൻ പട്ടിക്കുട്ടന്മാർ തന്നെയാണ്, കുഞ്ഞിനെ കൊണ്ടുവന്നാണ് കേട്ടോ. ജാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ കറുത്ത പട്ടിക്കുട്ടനാ. ജിമ്മി എന്ന് പറഞ്ഞാൽ ചുവന്ന പട്ടിക്കുട്ടിയില്ലേ, ചുമപ്പല്ല, ഒരു ബ്രൗൺ അല്ലേ, നമ്മൾ സാധാ നമ്മുടെ ഈ നാട്ടുമ്പുറത്തൊക്കെ കാണുന്ന, വഴിയിലൊക്കെ കാണുന്ന ഒരു കളറില്ല, ഒരു റെഡ് പോലത്തെ, എനിക്ക് റെഡ് ആട്ടോ. ആ പട്ടിക്കുട്ടനാണ് ജിമ്മി എന്ന് പറഞ്ഞാൽ. ഇവർ രണ്ടുപേരും കുഞ്ഞിനെ തന്നെ കൊണ്ടുവന്നത്. പക്ഷെ ജാക്കിയാണ് ആദ്യം കൊണ്ടുവന്നത് നമ്മൾ പറഞ്ഞത്. പക്ഷെ എനിക്ക് ജിമ്മി ജാക്കി ഒരുമിച്ച് കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ഓർമ്മ. അപ്പം ജിമ്മി ആണെന്നുണ്ടെങ്കിൽ, ഇവന്മാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ പട്ടിക്കുട്ടന്മാരൊക്കെ വലുതാവുന്നുണ്ട്, നല്ല ശക്തിയാണ് കേട്ടോ ഇവന്മാർക്ക്. അങ്ങനെ ഒരു ദിവസം ഞാൻ മുറ്റത്ത് നിന്ന് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മ എന്തിനും അകത്തേക്ക് എന്നെ വിളിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ അകത്തേക്ക് വീട്ടിനകത്തേക്ക് കയറാൻ വേണ്ടി പോയപ്പോൾ ഇവന്മാരോടെ കിടന്ന് ഭയങ്കര കളിയാണ്. അപ്പം ഞങ്ങൾ പട്ടിക്കൂട്ടനെ ഒന്നും ഇങ്ങനെ പട്ടികളൊന്നും കൂട്ടിലിട്ട് വളർത്താറില്ല, കൂടില്ല വീട്ടിൽ, അഴിച്ചു വിട്ടേക്കോ. പിന്നെ ആരെങ്കിലും വരുമോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ മറ്റേ തുടലിൽ ചങ്ങലയില്ല, അതിൽ കൂട്ടിയിടുകയോ ചെയ്തിട്ടുള്ളൂ. അതും എനിക്ക് എരുത്തിലുണ്ടായിരുന്നു. അപ്പോൾ എരുത്തിൻ്റെ സൈഡിലായിട്ടാണ് കൂട്ടിയിടുന്നത്. ഇവർക്ക് ഓടി കളിക്കാനൊക്കെ പറ്റും, കൂട്ടിലിടാറില്ല. അങ്ങനെ ഇവന്മാരെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്കറിയാം ഇവന്മാർ തട്ടിയാൽ ഞാൻ താഴെ വീഴുന്നത് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവരങ്ങോട്ട് ഇച്ചിരി നീങ്ങുന്ന സമയത്തേക്ക് അകത്തേക്ക് കയറാനുള്ള രീതിയിൽ ഞാൻ നിൽക്കും. അപ്പോൾ ഇവന്മാർ ഇച്ചിരി ദൂരത്തേക്ക് പോയ സമയത്തേക്ക് ഞാൻ ഓടി വീട്ടിൽ കയറാൻ വന്ന സമയം ഇവർ വേഗം ചാടി എൻ്റെ അടുത്ത് വന്നു. ജിമ്മി എന്നെ തട്ടി, ഞാൻ താഴെ വീണു. കല്ലിലെന്ത് തട്ടി വീണാന്ന് തോന്നുന്നു, എൻ്റെ ബോധം ചെറുതായിട്ട് പോയി കേട്ടോ. അപ്പം ജിമ്മി എന്ത് ചെയ്തു, ഞാൻ താഴെ വീണെന്ന് കണ്ട സെക്കൻഡിൽ തന്നെ അവൻ ഓടി രക്ഷപ്പെട്ടു. പാവം ജാക്കി എനിക്ക് എന്തോ പറ്റിയെന്ന് വിചാരിച്ച് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ മണപ്പിച്ചൊക്കെ നോക്കി നിൽക്കുവാണേ. അപ്പം അമ്മയും അച്ഛനൊക്കെ ഓടി വന്നപ്പോൾ എന്താ നോക്കിയപ്പോൾ ജാക്കി എൻ്റെ അടുത്ത് ഇരിക്കുന്നു. ഇവർ വിചാരിച്ചു ജാക്കി എന്നെ തള്ളിയിട്ടതാണെന്ന് വിചാരിച്ചു. ജാക്കിക്ക് നല്ല അടിയൊക്കെ കിട്ടി കേട്ടോ. അങ്ങനെ ഭയങ്കര റിസോർട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എവിടുന്നോ ഒരു പെൺപട്ടി ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പോൾ വീട്ടിൽ വന്ന സമയത്ത് എന്ത് ചെയ്തു, ജാക്കി കറുത്തതായിട്ടാണ് എന്താണെന്ന് അറിയത്തില്ല, ജാക്കിയുമായിട്ട് അത് കൂട്ടായില്ല, അതിന് ജാക്കി ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്ത് ജിമ്മിയുമായിട്ട് കൂട്ടായി. എന്നിട്ട് ജാക്കി കടിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ കൂടെ വേറെ കുറേ കൂട്ടങ്ങളുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഒരു ദിവസം ഞങ്ങൾ നോക്കിയപ്പോൾ ഈ പട്ടികളെല്ലാം കൂടെ ചേർന്ന് ജാക്കിയെ കടിച്ചു പറിക്കും. ഞങ്ങൾ എന്നിട്ട് ഓടിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഈ ദുഷ്ടനായ ജിമ്മി ഉണ്ടല്ലോ, ഈ പട്ടികൾ കടിച്ചപ്പോൾ അവരുടെ കൂടെ നിൽക്കുക. ഇവൻ കടിച്ചൊന്നുമില്ല, എന്നാലും കടിക്കുന്നതും അല്ലെങ്കിൽ കുറച്ച് ഓടിക്കുകയൊന്നും ചെയ്യാതെ അവർ കടിച്ചത് നോക്കി നിൽക്കുക ജാക്കിയെ. എന്നിട്ട് ഞങ്ങൾക്ക് ദേഷ്യം വന്നു കേട്ടോ. പിന്നെ എന്ത് ചെയ്യാൻ, നമുക്ക് കൂടൊന്നുമില്ല. അപ്പോൾ ജാക്കി ജിമ്മിയെ കെട്ടിയിട്ടാലും കൂടിനകത്ത് കിട്ടാത്ത കാരണം ഈ മറ്റേ പട്ടികൾ വരും ജാക്കിയെ കടിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞങ്ങൾ പിന്നെ ജാക്കി അയച്ചു വിട്ടു. അങ്ങനെയാണ് ഞങ്ങളുടെ വീടിനടുത്ത് വേറൊരു പട്ടിയുണ്ട്, അവൻ്റെ പേര് കുക്കു എന്നാണ് കേട്ടോ. അവനാണെങ്കിൽ ഇച്ചിരി ധൈര്യശാലിയായ പട്ടിയാണ്, ഈ വേറെ പട്ടിക്കൂട്ടങ്ങളൊന്നും പോകത്തൊന്നുമില്ല. അവനാണെന്നുണ്ടെങ്കിൽ അവനും ഈ ഞങ്ങളുടെ ജിമ്മി ജാക്കിയൊക്കെ ചേർന്ന് മറ്റേ പാമ്പിനെയൊക്കെ പിടിക്കുമായിരുന്നു, മൂക്കമ്പാമ്പിനെയൊക്കെ പിടിച്ച് കടിച്ചു കൊല്ലുകയൊക്കെ ചെയ്യും. അങ്ങനെ അവൻ ഇച്ചിരി നല്ല ധൈര്യശാലിയായിട്ടുള്ള പട്ടിയാണ്. അപ്പോൾ എന്ത് ചെയ്ത് ജാക്കിയും കുക്കുവും തമ്മിൽ കൂട്ടാം. എന്നിട്ട് ജാക്കി എന്ത് ചെയ്ത് വീടിൻ്റെ കുക്കു ആണെങ്കിൽ അവരുടെ വീടിൻ്റെ മുകളിലാണ് കേട്ടോ കിടക്കുന്നത്. അപ്പം ജാക്കി അവിടെ ചെന്നെന്തെങ്കിലും പറഞ്ഞ എന്താണെന്ന് അറിയത്തില്ല. പിന്നെ പതിയെ ജാക്കി കുക്കുവിൻ്റെ വീട്ടിലായി താമസം, അവരുടെ വീടിൻ്റെ മുകളിലായി കിടത്തുമൊക്കെ. അപ്പം ഈ പട്ടികൾ കടിക്കാൻ ചെയ്യുമ്പോൾ കുക്കു എന്ത് ചെയ്യും, കുക്കു ആണെന്നുണ്ടെങ്കിൽ കടിച്ച് ഓടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ പക്ഷെ ഫുഡൊന്നും അവർ കൊടുക്കത്തൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ജാക്കി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അവിടെ വഴിയിൽ വന്ന് ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കും. അപ്പോഴത്തേനും അമ്മ എന്ത് ചെയ്യും, വേഗം ഫുഡൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കും. അപ്പം ഇത് കഴിച്ച് തീരുന്ന അത്ര നേരം അമ്മയ്ക്ക് നിൽക്കാൻ സമയമില്ലാത്തതാണ്. ഞങ്ങൾ സ്കൂളിലൊക്കെ പോകാൻ ജോലിക്ക് പോകും. അപ്പോൾ അമ്മ മാത്രം കാണും. അമ്മ ഫുഡ് കൊടുത്തിട്ട് അമ്മ ഇങ്ങനെ പോരും. അങ്ങനെ 1-2 ദിവസമായപ്പം ഈ മറ്റേ പെൺപട്ടിനെയും കൂട്ടുകാർക്ക് മനസ്സിലായി ഇവൻ വന്ന് ചോറ് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ചോറ് കഴിക്കുന്ന സമയത്തേക്ക് നോക്കി ഇരുന്നിട്ട് ചോറ് കഴിക്കുന്നത് തൊന്നിട്ട് കടിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ജാക്കി വരാതായി കേട്ടോ. ആ വീട്ടിൽ തന്നെ ആയിരുന്നു.
പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അറിഞ്ഞു അത് വഴിയിൽ അങ്ങോട്ട് കിടന്ന് ചത്തു എന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരെ. ഇത് ഞങ്ങൾക്ക് കാണാനോ അല്ലെങ്കിൽ കൊണ്ടുവന്ന് വീട്ടിൽ കുഴിച്ചിടാനോ ഒന്നും പറ്റിയൊന്നുമില്ല. ഒരു രണ്ടുപേരും 10-15 വർഷം ഉണ്ടായിരുന്നു, അത്രയും നാളുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്ന് ജാക്കി കുറച്ചുകൂടി മൂത്തതാണെങ്കിൽ ഒരു 14-13 വർഷം വരെയൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പെൺപട്ടി എങ്ങനെയോ ചത്തുപോകുന്നതൊക്കെ ചെയ്ത് ജിമ്മി ഒറ്റയ്ക്കായി. പിന്നെ ജിമ്മി അവിടെ ഇങ്ങനെ വേറെ പട്ടിയൊന്നും കൊണ്ടുവന്നില്ല, ജിമ്മി മാത്രം ഉണ്ടായിരുന്നു. ജിമ്മി ഒരു 14-15 വർഷമായി പ്രായമായിട്ട് തന്നെ മരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു പട്ടിക്കൂട്ടിനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ പേര് ടിപ്പു എന്നായിരുന്നു. ഇതിനെല്ലാം വഴിയിൽ കിട്ടുന്ന കേട്ടോ. അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ കൂടെ വന്നു. ഞാൻ സൈക്കിളിലായിരുന്നു പോകുന്നത്. എൻ്റെ കൂടെ വന്നിട്ട് ഞാൻ കുറേ ഓടിച്ചിട്ടൊന്നും പോയില്ല. അങ്ങനെ വന്ന് കുറേ ദൂരം കഴിഞ്ഞിട്ട് ഞാൻ സൈക്കിളോട് വെച്ച് ഞാൻ പിന്നെ വെച്ച് കയറി പോയി. അപ്പോഴും ഇവരവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ വൈകിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് ഇപ്പോൾ വീട്ടിൽ വന്നില്ല. ഞാൻ തിരിച്ചു പോരാൻ വഴി അറിയാണ്ട് എവിടെയോ പോയതുകൊണ്ട് അങ്ങനെ ഒരു പട്ടി. പിന്നെ വേറൊരെണ്ണം പറഞ്ഞാൽ അച്ഛനാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന പട്ടിയൊക്കെ. ഇതിന് കറുപ്പ, ഇതിൻ്റെ പേരൊക്കെ ഇട്ട് ഞാനാണ്, പക്ഷെ എനിക്ക് പേരൊന്നും ഓർമ്മയില്ല. അത് കുഞ്ഞായിരുന്നു. അപ്പോൾ ഈ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പഠിക്കാനായിട്ട് കോളേജിൽ പോയി. അപ്പോൾ അവിടെ ഹോസ്റ്റലിൽ നിന്നായിരുന്നു പഠിക്കാനായിട്ടോ. പക്ഷെ ഇവരെന്നെ അറിയാമേ, മണമൊക്കെ ഈ പട്ടിക്കാണ് നല്ല ഓർമ്മയില്ല. എന്നിട്ട് ഞാൻ പിന്നെ കോളേജിൽ നിന്ന് ലീവ് വരുന്ന സമയത്ത് ഈ പട്ടിക്ക് ഭയങ്കര കുഴപ്പമായിട്ട് എന്നെ കടിക്കാൻ വരുമോ, കുരയ്ക്കുക. എന്നിട്ട് അച്ഛനൊക്കെ ഓടിക്കും. എന്നിട്ട് ഈ വീട്ടിലേന്നൊക്കെ പറഞ്ഞാലും അവൻ എന്നെ കടിച്ചേ പറ്റൂ. പക്ഷെ കുഞ്ഞിനെ ഞാൻ ഇവരെ കൊണ്ടുവന്ന സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നു, എന്നിട്ട് പോലും എന്നെ കടിക്കണം. എൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. അങ്ങനെയായിട്ട് ഞാൻ കോളേജിൽ നിന്ന് അപ്പോൾ രാത്രിയാണ് വീട്ടിലെത്താൻ അച്ഛൻ വന്ന് കൊണ്ടുവരിക ചെയ്യുന്നത്. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേന് ഇവനെ അഴിച്ചു വിടുമ്പോഴത്തേന് എന്നെ കടിക്കണം എന്നുള്ളതില്ല. ഞാൻ വിട്ട വേഗം ചാടി വീടിനകത്തൊക്കെ കയറും. അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്ന സമയത്ത് ഇതുപോലെ അന്നും വൈകിട്ട് രാത്രി കടിക്കാനൊക്കെ വന്നു. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ ഈ പട്ടിയെ കാണുന്നില്ല. കെട്ടിയ തുടലിൻ്റെ അവിടെ തുടൽ കിടപ്പുണ്ട്. എൻ്റെ കഴുത്തിൽ ബെൽറ്റ് ഉണ്ടായിരുന്നു, ബെൽറ്റോട് കൂടി കിടപ്പുണ്ട്. പട്ടിയെ കാണുന്നില്ല. അവിടെ പോകുന്നൊന്നും അറിയത്തില്ല, എന്താ സംഭവം ഒന്നും അറിയത്തില്ല കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറേ വർഷത്തേക്ക് ഒരു 5-6 വർഷത്തിന് പട്ടിയൊന്നും ഇല്ലായിരുന്നു. അമ്മ പറഞ്ഞ പട്ടിയൊന്നും വേണ്ട, കാരണം നമ്മൾ എവിടോട്ടെങ്കിലും പോവുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പട്ടിക്ക് നോക്കാൻ ആൾ ഇല്ലല്ലോ. ഫുഡൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ കൂടില്ലാത്ത കാരണം ആരും പട്ടിക്ക് ഫുഡ് കൊടുക്കത്തില്ല. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്, പട്ടി ഇനി വേണ്ടാന്നൊക്കെ തീരുമാനിച്ച് ഒരു 5-6 വർഷത്തേന് പട്ടിയില്ലായിരുന്നു. പിന്നെ ആണെങ്കിൽ ഞാൻ എൻ്റെ കോളേജൊക്കെ കഴിഞ്ഞു വീട്ടിൽ ഇരിക്കുക. കുറച്ചാൾ ജോലിക്കൊക്കെ പോയി, പിന്നെ ജോലിക്കൊന്നും കിട്ടാനായിട്ട് എങ്ങനെ ഇരുന്നപ്പോൾ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ചേർന്നു. ഓൺലൈനായിട്ടായിരുന്നു ക്ലാസ്. അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ വീട്ടിലിരുന്ന് തന്നെ പഠിക്കുന്നത്. അപ്പോൾ കുറച്ച് നാൾ ഇങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ദിവസം നോക്കിയപ്പോൾ കുഞ്ഞു പട്ടിയുടെ ഒരു കരച്ചിലുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് കേൾക്കുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസമായി. അപ്പോൾ ഞാൻ അമ്മയോട് നമ്മൾ ഏതോ പട്ടിയെ ആരോ കൊണ്ട് കളഞ്ഞെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു പട്ടിയെ പൂച്ചയ്ക്ക് അങ്ങനെ ആരെങ്കിലും കൊണ്ട് കളയും, മര്യാദയ്ക്കോട്ടിരുന്ന് പഠിച്ചോളാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറച്ചിട്ട് കേട്ടപ്പോഴേ അമ്മയ്ക്ക് മനസ്സിലായി ഇതിനെ കൊണ്ടുവരാനുള്ള പണിയാന്നുള്ള രീതിയിൽ. അമ്മ എന്നിട്ട് അങ്ങോട്ട് ഇന്ന് മര്യാദയ്ക്ക് പഠിച്ചോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ആദ്യത്തെ ദിവസം അങ്ങനെ പോയി. അപ്പോൾ സെക്കൻഡ് ഡേ ആയപ്പോഴും ഇതുപോലെ ഞാൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരച്ചിലേക്കാം. അപ്പോഴും നമ്മൾ പട്ടിക്കുഞ്ഞ് കരയുന്നല്ലോ. അപ്പോഴും അമ്മ എന്നെ വഴക്ക് പറയും. അപ്പം ഈ ക്ലാസ് നടക്കുന്ന സമയത്താണല്ലോ നമ്മൾ ഈ പുറത്തെ കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്തെങ്കിലും പഠിക്കാനിരിക്കുമ്പോഴാണല്ലോ കൂടുതലും ശ്രദ്ധിക്കുന്നത്. എല്ലാവരും എങ്ങനെയാണെന്ന് അറിയത്തില്ല, എനിക്ക് എങ്ങനെയാണ് ഓർമ്മയൊക്കെ വരുന്നത്. അല്ലാത്ത കേൾക്കുന്നത്, സംസാരിക്കുന്നത് കേൾക്കുന്നത്. അപ്പം അല്ലാത്ത സമയത്തെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ടി വി കാണുമായിരിക്കും, അല്ലെങ്കിൽ ഫോണിൽ വേറെ എന്തെങ്കിലും പണിയൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല. ഞാൻ അങ്ങനെയാണ് കേട്ടോ. പഠിക്കുന്ന സമയത്ത് എനിക്കെല്ലാം ഓർമ്മ, ഇങ്ങനെ പല കാര്യങ്ങളും ഓർമ്മ വരും. പുറത്തെ കാര്യങ്ങൾ സൗണ്ടുകൾ ഞാൻ കേൾക്കും, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ മൂന്നാമത്തെ ദിവസം ഞാൻ എത്തി. അതുപോലെ പഠിക്കാനുള്ള സമയമായിട്ട് ഇതുങ്ങളുടെ കരച്ചിൽ ഭയങ്കര കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ. എനിക്ക് ഇതുങ്ങളുടെ കരച്ചിൽ കേട്ടിട്ട് അതൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. ക്ലാസ്സിൽ പറയുന്നത് എനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല. ഞാൻ അങ്ങനെ എന്തെങ്കിലും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ നമുക്കൊന്ന് പോയി നോക്കാം, ചിലപ്പോൾ 3 ദിവസം അറിയില്ല, ഇച്ചിരി ഫുഡ് എന്തെങ്കിലും കൊണ്ടിട്ട് കൊടുക്കാം, വീട്ടിൽ കൊണ്ടുവരൊന്നും വേണ്ട, ഇച്ചിരി ഫുഡ് ഇട്ട് കൊടുത്താൽ മതി, എന്നിട്ടേക്കും പോരാന്നൊക്കെ പറഞ്ഞു. അമ്മ വന്ന് പെണ്ണിനെ അടങ്ങിയിരുന്നോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്കും ചെറിയൊരു സങ്കടമുണ്ട്, 3 ദിവസം ആയില്ലേ. അപ്പോഴത്തെ ഇതിൻ്റെ കരച്ചിലൊക്കെ ഒരു വല്ലാത്ത ധൈര്യം അതൊക്കെ നമുക്ക് തോന്നും. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ പോകുന്നുണ്ട്, അച്ഛൻ വഴക്ക് പറഞ്ഞു രണ്ടും കൂടെ പോയേക്കുക, ഇങ്ങോട്ടും എടുത്തോണ്ട് വന്നേക്കരുത് എന്നൊക്കെ തന്നെ പറഞ്ഞു. അമ്മ പറഞ്ഞു എടുത്തോണ്ടൊന്നും വരത്തൊന്നുമില്ല, എനിക്കൊന്നും നോക്കാൻ വയ്യ, ഇച്ചിരി ആഹാരമെല്ലാം അവിടെ ഇട്ട് കൊടുത്തേക്കാം, ഞാൻ കഴിച്ചിട്ടാണ് കിടക്കട്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് നോക്കിയിട്ടൊന്നും കണ്ടില്ല. എന്നിട്ട് പോരാന്ന് പറഞ്ഞാൽ തിരിഞ്ഞടങ്ങുന്ന സമയത്ത് വീണ്ടും സൗണ്ട് കേൾക്കാൻ നോക്കിയപ്പോൾ ഈ അവിടെ കാട് പിടിച്ചു കൊടുത്ത സ്ഥലമുണ്ട്, പോച്ച, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കിടക്കുന്നു കേട്ടോ. ഞാനിത് ഇറങ്ങി നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഈച്ചരിക്കും നിങ്ങളെ. ഞാനെന്നിട്ട് അവിടെ നിന്ന് എടുത്തു. അപ്പോൾ അമ്മ പറഞ്ഞിട്ട് കൈ കൊണ്ടൊന്നും എടുക്കണ്ട, വല്ല അസുഖം പിടിക്കുമെന്നൊക്കെ. പക്ഷെ എനിക്ക് അപ്പോഴത്തെ ഞാൻ കയറി എടുത്തപ്പോൾ കണ്ണു പോലും നീങ്ങിയിട്ടില്ല കേട്ടോ. കണ്ണുപോലെ നീങ്ങിയിട്ടില്ലാത്ത 2 പട്ടികളെ കൊണ്ട് കളഞ്ഞേക്കുക. ഏതോ ഇഷ്ടമായി കണ്ണൊക്കെ വിരിഞ്ഞ് തലച്ചിട്ട് നടക്കാൻ തുടങ്ങിയിട്ടാണെങ്കിൽ അതുങ്ങൾ എങ്ങനെയെങ്കിലും ജീവിക്കുന്നത്. എന്നിട്ട് നോക്കിയപ്പോൾ ഒരെണ്ണത്തിൻ്റെ കണ്ണ് ഈച്ച അരച്ച് ഇങ്ങനെ പുഴുക്കാൻ പോലെ അയക്കുന്നു, മറ്റേതിൻ്റെ മൂക്കിലൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഇതിനെ കണ്ടപ്പോഴേ എനിക്കും അമ്മയ്ക്കും ശരിക്കും സങ്കടം വന്നു. കാരണം കണ്ണൊന്നും ഇങ്ങനെ ഈച്ച അരിക്കുന്നു. എന്നിട്ട് ഭയങ്കര കരച്ചിൽ. 3 ദിവസം കൊണ്ട് ആഹാരം കഴിച്ചിട്ടില്ലല്ലോ.
അപ്പം ഞാൻ പറഞ്ഞു അമ്മ നമുക്കിനി എടുക്കാൻ വളർത്തണ്ട, ഒരു ഇച്ചിരി ഒന്ന് ഫുഡൊക്കെ കഴിക്കാറായി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനെ തിരിച്ചുവിടുത്താൻ എവിടെയെങ്കിലും കൊണ്ടുവിടാൻ കഷ്ടമല്ലെങ്കിൽ. അപ്പം അമ്മയും പറഞ്ഞു എടുക്കുക, ഈച്ചയായിരിക്കും വലിയ ദോഷവാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നേനെ എടുത്തുകൊണ്ട് വീട്ടിൽ ചെന്നു. അപ്പോഴേ അച്ഛൻ്റെ മുഖമൊക്കെ മാറിയിട്ട് എന്തിനു കൊണ്ടുവന്നേക്കുവാ, പറഞ്ഞു വിട്ടതിൻ്റെ രണ്ടിനെ കൊണ്ടുവരില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിട്ട് എന്തായാലും കാണിക്ക്, ഇവിടെ ഒന്നും പറ്റത്തില്ല എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. അപ്പം പറഞ്ഞു അത് കണ്ണൊക്കെ ഈച്ച അരിച്ചിട്ടാ, പാവമല്ലേ, ഇച്ചിരി വളർന്നു കഴിയുമ്പോൾ നമുക്ക് കൊണ്ടുവിടാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ഞാൻ വേഗം മീൻ ചോറ് ഇട്ടിട്ട് അവർക്ക് കൊടുത്ത്, നിങ്ങൾ കണ്ണ് കാണാൻ വയ്യാത്തതുകൊണ്ട് മണം അറിയാം പെട്ടെന്ന് തപ്പിത്താണ് എങ്ങനെയൊക്കെയോ കഴിയും. പക്ഷെ നിങ്ങൾക്ക് ചോറ് കഴിക്കാറൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ, പനിയൊന്നും വന്നിട്ടില്ലായിരുന്നു. എന്നിട്ട് എനിക്കോ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് മറ്റേ അവിടെ ഒരു കുടുംബശ്രീക്ക് പോലത്തെ ഒരു സാധനം ഉണ്ട്, അതിന് മീറ്റിങ്ങിന് പോകണമായിരുന്നു. അമ്മ അപ്പോൾ വേഗം കുളിച്ചൊരുങ്ങി പോയി ഇങ്ങനെ ഫുഡൊക്കെ കൊടുത്തു. അമ്മ എന്നിട്ട് തിരിച്ചു വന്ന് നോക്കിയിട്ട് അമ്മ ഓൾറെഡി ഇത് ചോറൊന്നും കഴിക്കാറായിട്ടില്ല, പല്ലൊന്നും വന്നിട്ടില്ല, വിശപ്പ് കാരണം എങ്ങനെയൊക്കെയോ കഴിച്ചില്ലെങ്കിൽ ചോറൊന്നും കൊടുക്കണ്ടായിരുന്നു, അപ്പോൾ ദഹിക്കത്തില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പിന്നെ പാലൊക്കെ കൊടുത്തു, വളർന്നു. അത് കഴിഞ്ഞപ്പോൾ 2 കറുത്ത കളറായിരുന്നു കേട്ടോ, കറുപ്പ് തന്നെ ആയിരുന്നു. എൻ്റെ ഒരു കൈക്കകത്ത് കൊള്ളുന്ന അത്ര വലിപ്പമുണ്ട് രണ്ടും, നിറയെ ചെള്ളൊക്കെ ആയിരുന്നു. ഞങ്ങൾ എന്നിട്ട് എന്തെങ്കിലും ഒരു പെയിൻ ചീപ്പൊക്കെ വാങ്ങി ഇങ്ങനെ അല്ലെങ്കിൽ ചെള്ളിൻ്റെ മരുന്നൊക്കെ മേടിച്ചിട്ട്, അതൊരു കുഞ്ഞു പട്ടി ആയതുകൊണ്ട് വലിയ എഫക്റ്റുള്ള മരുന്നൊന്നും കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ആയുർവേദ മരുന്ന് ഡോക്ടർ തന്നെ അതിങ്ങനെ ഒരു വെള്ളത്തിൽ ചാലിച്ചിട്ട് ദേഹത്ത് പിറക്കാം, എന്നിട്ട് ചീകി കളയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വെള്ളത്തിലൊക്കെ ചാലിച്ച് നിങ്ങളുടെ ദേഹത്തൊക്കെ പുരട്ടി, ഒത്തിരി പുരട്ടാനും പറ്റത്തില്ല, പനി പിടിക്കും, വെള്ളം കുഞ്ഞാ, അങ്ങനെ പുരട്ടി ഞാനും ഓടി ചീവിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കിടന്നങ്ങ് ഉറങ്ങിയൊക്കെ പോകുന്നത്, അത്രയ്ക്ക് കുഞ്ഞായിരുന്നു പാവം. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ വളർത്തി, എന്നിട്ട് വലുതൊക്കെ ആയി. അപ്പം അതിൽ ഒരെണ്ണം നല്ല ആരോഗ്യമൊക്കെ ആയിരുന്നു, ഒരെണ്ണത്തിന് കൂടെയുണ്ട്, ഒരെണ്ണത്തിന് കൂടെയില്ല, രോമമില്ല. അങ്ങനെ വന്നപ്പോൾ ഈ രോമമുള്ള പട്ടിക്കുട്ടന് ഇടയ്ക്ക് എന്തോ വൈകാരികം വന്നിട്ട് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയപ്പോൾ ചെള്ളുപനിയാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ കൊണ്ടുപോയി. പിന്നെ കണ്ടപ്പോൾ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതായിട്ട് വളർന്ന് വരുമ്പോൾ കേട്ടോ. അതിൽ ഒരാൾ പറഞ്ഞു ഇത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ കുഞ്ഞാ. അപ്പം ഞങ്ങളൊന്നും ഞങ്ങൾക്ക് വഴിയിൽ നിൽക്കില്ല, ആരെയൊക്കെ കൊണ്ട് പറയാണ്ട് എല്ലാം കൊണ്ട് കാഞ്ഞിരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഇതിന് നമ്മൾ പശുവിൻ്റെ പാലൊന്നും കൊടുത്തുവിടാ, ഈ പട്ടിയുടെ പാൽപ്പൊടി തന്നെ കിട്ടും, അത് മേടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം വരും, അങ്ങനെയാ നിങ്ങൾക്ക് ദഹിക്കത്തില്ല, പശുപാൽ കൊടുത്തുവിടാ, ചോറ് കൊടുത്തുവിടാ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ചോദിച്ചപ്പം ഈ പട്ടിയുടെ പാൽപ്പൊടിക്കൊക്കെ ഭയങ്കര റേറ്റ് ആട്ടോ, അത് നമുക്ക് താങ്ങത്തില്ല, അതൊന്നും മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും. അപ്പോൾ എന്നിട്ട് വേറൊരുത്തം പറഞ്ഞു ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആശുപത്രി കൊണ്ടുപോകുന്നുണ്ട്, മറ്റൊന്നും കുഴപ്പമില്ല, ഇതിലൊരെണ്ണത്തിനാണ് കുഴപ്പം. എന്നിട്ട് അയാൾ പറഞ്ഞത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ കുഞ്ഞാണോ, 3 മാസം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതിന് വെയിറ്റ് ഒന്നും ഇല്ല, ഇത് ചത്തുപോകും, എൻ്റെ പട്ടി കണ്ടോ ഇത്രയും വലുതായി, 3 മാസമായപ്പോൾ ഇത്ര കിലോ ഉണ്ടായിരുന്നു, ഇതിന് ജീവിക്കത്തില്ല, ഇതെന്തായാലും ചത്തുപോകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ചത്തു പോകുന്നെങ്കിൽ പൊക്കോട്ടെ, നമുക്ക് വഴിയിൽ നിന്ന് കിട്ടിയില്ല, ഇനി അവസ്ഥ എൻ്റെ അടുത്തുകൊണ്ട് വന്നാൽ എന്തായാലും ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ, അങ്ങനെ നമ്മൾ വിചാരിക്കുന്നുള്ളൂ. പിന്നെ ഞാൻ എന്തൊക്കെയോ ഇതിന് കൊടുക്കാനുള്ള ഫുഡിൻ്റെ ഒക്കെ പേര് വേണം, അപ്പോൾ അതിനൊക്കെ നല്ല 1000 രൂപയൊക്കെ അടുപ്പിച്ചൊക്കെ വരും, നമുക്ക് അത്രയും പൈസ ഒന്നുമില്ല കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്താ അത് ചാകുന്നെങ്കിൽ ചത്തു പൊക്കോട്ടെ, അല്ലെങ്കിൽ ജീവിക്കുന്നുള്ള ഞങ്ങളുടെ തന്നെ ഉള്ള ഫുഡും പാലും ഒക്കെ കൊടുക്കാൻ ഞങ്ങളെ വളർത്തിയത്. അപ്പോൾ ഞങ്ങൾ ചത്തു പോകട്ടെന്ന് പറഞ്ഞത് ദുഷ്ട മനസ്സായിട്ടൊന്നും അല്ല, അപ്പോൾ അയാളങ്ങനെ പറഞ്ഞു കേട്ടപ്പം നമുക്ക് ആ ഒരു രീതിയിൽ നിങ്ങളെ നോക്കാനുള്ള പൈസ, ഫുഡൊന്നും മേടിച്ചു കൊടുക്കാനുള്ള പൈസ ഇല്ലാത്ത കാരണമാണെന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങൾ ചത്തൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് വളർന്നു, പിന്നെ ഫുഡൊക്കെ കഴിക്കാറ്. അതിനിടയ്ക്ക് ഞങ്ങൾ ഈ പപ്പീസിൻ്റെ പെഡിഗ്രിയൊക്കെ വാങ്ങി കൊടുക്കാറുണ്ടായിരുന്നേ. ഒരു ഡോക്ടറിനോട് ചോദിച്ചിട്ട് കഴിക്കാറായ സമയത്ത് പെഡിഗ്രിയൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ നിങ്ങൾ വലുതായി ലൂക്കാന്നും ചാർലിനും പേരിട്ടു. ലൂക്ക എന്ന് പറഞ്ഞാൽ ആ കൂടെ കുറഞ്ഞ് അവന് ലൂക്കാന്ന് പേരിട്ടു. ഇച്ചിരി രോമമൊക്കെ ഉള്ളവരെ ചാർലിന്ന് പേരിട്ടു. ചാർലി വളർന്ന് വന്നപ്പോൾ ലൂക്കയും ചാർലി എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 പട്ടികൾ. ലൂക്ക എന്ന് പറഞ്ഞാൽ ഒരു നാടൻ പട്ടിയുടെ കൂട്ടുള്ള ടൈപ്പാണ്, നല്ല നാടനല്ല, എന്നാൽ നാടൻ പട്ടിയുടെ കൂട്ടൊക്കെ വരുന്നൊരു ഇതാണ്. പക്ഷേ അതിൻ്റെ പെറ്റിൻ്റെ പേരെയാണ് എനിക്കറിയില്ല, എന്തിൻ്റെയുമായിട്ടുള്ള ക്രോസാണ് കേട്ടോ. അത് അധികം വണ്ണമില്ല, നല്ല നീളമുണ്ട്, പൊക്കമുണ്ട്, വയറൊക്കെ ഇങ്ങനെ ഒട്ടിയ, ചെവിയൊക്കെ ഇങ്ങനെ കൂർത്തിരിക്കുന്ന ടൈപ്പ് ഒരു ഏതൊരു പട്ടി, ആ ടൈപ്പ് പട്ടിയുടെ നാടനുമായിട്ടുള്ള ക്രോസാണ്. ചാർലി എന്ന് പറഞ്ഞാൽ നല്ല രോമമുണ്ട്, നല്ല ബ്രൗൺ കളറായി, ബ്ലാക്ക് ബ്രൗൺ കൂടി ചേർന്ന കോട്ടായി രോമമായി. പിന്നെ അവന് ഏതൊരു പേരാണ് കേട്ടോ, എനിക്കെന്നെ ഓർമ്മയില്ല, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പേരാട്ടോ. അതുമായിട്ടുള്ള ക്രോസാണ്. രണ്ടും ഒരമ്മയുടെ മക്കളാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. അങ്ങനെയായിട്ട് 2 വർഷത്തോളം ലൂക്കയും ചാർലി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഞങ്ങൾ വാക്സിനൊക്കെ എടുത്ത് നിന്നിട്ട് ലൂക്ക ഒരു പ്രാവശ്യം ഒരു ദിവസം എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, പെട്ടെന്ന് ചത്ത് കിടക്കുന്നു. രാവിലെ ഫുഡൊക്കെ കഴിച്ചതാ, ഈ പാമ്പിനെ വല്ലതും കടിക്കുകയോ എന്തെങ്കിലും ചെയ്തതാണോ എന്ന് അറിയത്തില്ല. ഒരു ദിവസം നോക്കിയപ്പോൾ ഉച്ചയ്ക്ക് ചത്ത് കിടക്കുന്നു, എന്ത് പറ്റിയോന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ പിന്നെ ചാർലി മാത്രമല്ല, ചാർലിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ ലൂക്ക ചത്തുപോയിട്ട്. ആദ്യം ഇവന് മനസ്സിലായില്ല, പിന്നെ ഇവന് ലൂക്ക ഉറങ്ങുമായിരിക്കും എന്ന് വിചാരിച്ച. പിന്നെ പതിയെ ഇവന് മനസ്സിലായി, ഇവന് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. ഒരു ദിവസം ഫുഡൊന്നും കഴിക്കാണ്ടൊക്കെ കിടന്നു. പിന്നെ അച്ഛന് ഇവന്മാരെ ഞങ്ങൾ അയച്ചു വിടത്തില്ലായിരുന്നു കേട്ടോ, വേറെ പട്ടി വല്ലതും കടിച്ചെങ്കിലും ഒന്ന് വിചാരിച്ച് തൊടലിൽ തന്നെ എപ്പോഴും കെട്ടിയിട്ടേക്കുക.
ഇടയ്ക്ക് ഇടയ്ക്ക് അഴിച്ചുകൊണ്ട് പോകും. കുറച്ച് നാൾ വരെ അഴിച്ചു വിട്ടേക്കുമായിരുന്നു. പിന്നെ ഇച്ചിരി വളർന്നു കഴിഞ്ഞ് അങ്ങ് ദൂരെയൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴാണ് കിട്ടി. എന്നിട്ട് അച്ഛൻ പിന്നെ വീട്ടിൽ കൂടെ കളിക്കാൻ തുടങ്ങി, അഴിച്ചു വിടാൻ തുടങ്ങി. അപ്പോഴത്തേനും ഞാൻ ഇങ്ങ് പോകുന്നു, ഞാൻ ഇങ്ങ് അങ്കമാലിയിലോട്ട് പോകുന്നു. അപ്പോൾ അമ്മ അച്ഛനും മാത്രമല്ലായിരുന്നു വീട്ടിൽ. അങ്ങനെ അച്ഛനുമായിട്ടൊക്കെ കൂട്ടായി, കൂട്ടല്ല കളിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ടിപ്പോൾ ചാർലി മാത്രമേ ഉള്ളൂ. ഇപ്പം 4 വർഷമായി ചാർലി ഞങ്ങളോട് ഉണ്ടായിട്ട്. അതാണ് പട്ടിക്കുട്ടൻ മറിച്ചത്. അവൻ ഭയങ്കര വികൃതി എന്ന് പറഞ്ഞാൽ ഭയങ്കര വികൃതി കേട്ടോ. നമ്മൾ സംസാരിക്കുന്ന മാതിരിയാണ്. ഞങ്ങൾക്ക് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് തന്നെ വണ്ടി വെച്ചിട്ട് വീട്ടിലോട്ട് കയറാൻ പറ്റത്തില്ല. അതിന് മുന്നേ അവനെ തൊട്ടിരിക്കണം, തൊടാനകത്ത് കയറാൻ സമ്മതിക്കത്തില്ല. അത്രയ്ക്ക് ബഹളം, ഭയങ്കര സ്നേഹമാണ്. ഞാൻ ചെല്ലുന്ന സമയത്ത് അവന് അഴിച്ചുകൊണ്ടൊക്കെ പോവും. പിന്നെ ഈ ഇടയ്ക്ക് ഞങ്ങൾ ചെന്ന സമയത്ത് അവന് വയ്യായിരുന്നു, പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തു. അങ്ങനെ അവനെ ഏറ്റവും ഇഷ്ടം ഇപ്പോൾ അച്ഛനെയാണ് ഭയങ്കര ഇഷ്ടം. അവൻ്റെ വിചാരം അപ്പം ഞാനിപ്പോഴും വീട്ടിലില്ല, ഇടയ്ക്കൊക്കെ 2 മാസമൊക്കെ കൂടി ഇരിക്കുമ്പോഴേ വീട്ടിൽ പോകാറുള്ളൂ. അപ്പോൾ അവൻ്റെ വിചാരം എൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ അച്ഛനും അമ്മയാണ്. ആ രീതിയിലാണ് കേട്ടോ അവൻ്റെ പെരുമാറ്റം. അപ്പം ഞങ്ങൾ ഒരുമിച്ച് അച്ഛൻ്റെ ഞാനും ഒക്കെ അവൻ്റെ ഫ്രണ്ടിലൊക്കെ ചെന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുരയ്ക്കുക, ബഹു എന്ന് നമ്മൾ കുരച്ചിട്ട് എൻ്റെ അടുത്ത് അവളുടെ അടുത്ത് നിൽക്കേണ്ട അച്ഛനെന്നുള്ള രീതിയിൽ അവനെ ചെന്ന് തൊടണം. നമുക്കത് മനസ്സിലാകും അവൻ്റെയാണ് അവരെന്നുള്ള രീതിയിൽ. അങ്ങനെ ഞങ്ങൾ പിന്നെ അതുപോലെ താല്പര്യം ചേട്ടൻ വളർത്തുന്ന വഴക്കൊന്നും പറയത്തില്ല. അതിൻ്റെ കുഴപ്പം അവന് നല്ലോണം ഉണ്ട്. പിന്നെ അവനാണെന്നുണ്ടെങ്കിൽ ബീഫും ചിക്കനും ഒന്നും ഇഷ്ടമല്ല കേട്ടോ, മീൻ മാത്രമേ ഇഷ്ടമുള്ളൂ. ബീഫൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ഞങ്ങൾ ബീഫ് മേടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ മണപ്പിച്ചിട്ട് ഇങ്ങനെ ഛർദ്ദിക്കാൻ വരുന്ന മാതിരിയാണ്, കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ചിക്കനും ഇച്ചിയൊക്കെ കഴിക്കും, എന്നാൽ അവന് മീനാണ് വേണ്ടത്. മീനാണ് അവന് ഭയങ്കര ഇഷ്ടം. പിന്നെ അവന് നല്ല വികൃതിയാണ്. പിന്നെ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവനിറങ്ങിയ മഴ നനയും. ഞങ്ങളവിടെ നല്ല തണുപ്പുള്ള സ്ഥലമാണ്, നല്ല മഞ്ഞൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇവനെന്ത് ഈ മഴ പെയ്യുന്നുടനെ വീണിട്ട് മഴ പെയ്യുന്നതിന് വെള്ളോട്ട് മുഖം വെച്ച് മഴ നനയും. എന്നിട്ട് ഇവന് നല്ല രോമമായ കാരണം ഈ രോമം ഉണങ്ങത്തില്ല. എന്നിട്ട് ഈ തണുപ്പടിച്ച് കിടന്നിട്ട് പനി പിടിക്കും. അങ്ങനെയാണ് പനി പിടിക്കുന്നത്. ഡോക്ടർ ഇപ്പോൾ ചെന്നപ്പോൾ പറഞ്ഞു മഴ നനയിക്കരുത്. പക്ഷെ എന്തിങ്ങനെ കൂട്ടിലൊന്നും അല്ലാത്ത കാരണം തുടലിനാണെങ്കിൽ നല്ല നീരാവും ഇവനിറങ്ങുന്ന മഴ നനയും. അങ്ങനെ കുറേ വികൃതികളുണ്ട്. പിന്നെ ഞങ്ങൾ ചിക്കനൊക്കെ ഇടയ്ക്ക് വേവിച്ച് കൊടുക്കുമ്പോൾ ചിക്കൻ്റെ കാലൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടല്ലോ ഇവന് കഴിച്ച് മതിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കഴിക്കാനാണോ തോന്നി ഇവനിങ്ങനെ കുഴി കുത്തിയിട്ട് അതിനകത്ത് കൈകൊണ്ട് കുഴി ഇങ്ങനെ മാറ്റി കുഴിയാക്കി അതിനകത്ത് ചിക്കൻ്റെ പീസോ എന്താ അവന് ബാക്കിയുള്ളതെന്ന് വെച്ചാൽ അത് കൊണ്ടിട്ടിട്ട് മൂക്ക് വെച്ച് ഇങ്ങനെ മണ്ണിട്ട് മുടി വെക്കും പിന്നെ കഴിക്കാൻ വേണ്ടി. ഈ പൊട്ടനുണ്ടല്ലോ പിന്നെ കഴിക്കാൻ വേണ്ടി വന്ന് വെച്ചിരിക്കും. എന്നിട്ട് എന്തെങ്കിലും ഉറുമ്പുകൾ വന്നിട്ട് ഈ ഫുഡ് എടുത്തുകൊണ്ട് പോകും. ഇവൻ പിന്നെ അതിന് വെച്ചിരിക്കുന്ന സമയത്ത് എന്തൊരു കുഴിമണം തരാം, മാന്തി കഴിയുമ്പോൾ അവിടെ സാധനങ്ങളൊന്നുമില്ല. അങ്ങനെ ആ പ്രദേശം മുഴുവൻ കുഴിയാക്കി ഇട്ടേക്കുക. അതാണ് ഞങ്ങളുടെ ചാമ്പിക്കുട്ടൻ്റെ കഥ. അപ്പം ഇന്നത്തെ കഥ ഇതാണ് പട്ടിക്കുട്ടൻ്റെ. ഇനി അടുത്ത സ്റ്റോറിയുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.